ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള ഒരുത്തനോടും അള്ളാഹ് നേർക്ക് നേരെ സംസാരിക്കാതിരിക്കൂല. മുത്തഫഖൻ അലൈഹി ഹദീസ. എന്നിട്ടോ എങ്ങനെയാ സംസാരിക്കണത്? ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. ഇപ്പൊ വലിയ സ്ഥലത്തൊക്കെ ഇപ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു5 ആദ്യം ഇതൊക്കെ ഒന്ന് പരിശോധിക്കും, റെക്കോർഡ് കൊടുന്നൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തും. എന്നിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി അതൊക്കെ അവസാനത്തെ ആൾക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പ്രധാന ഇന്റർവ്യൂക്കാരൻ അല്ലേ? എന്നാ അള്ളാന്റെ അടുത്ത് അങ്ങനല്ല. അള്ളാഹ് എല്ലാരോടും നേർക്ക് നേരെ ഒറ്റക്ക് സംസാരിക്കും. അതിന്റെ ഇടയിൽ ഒരു തർജുമാനില്ല. നിങ്ങളെ ഭാഷ അള്ളാഹ്ക്ക് മനസ്സിലാകാത്തോണ്ടേ ഒന്നതാ പറഞ്ഞത് എന്ന് പരിഭാഷപ്പെടുത്തി കൊടുക്കണ ഒരാള്, അതാ തർജുമാൻ തന്നെ. ദ്വിഭാഷി വിവർത്തകൻ ഉണ്ടാവൂല. അപ്പൊ ഈ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. സൂറത്ത് മറിയമിലില്ലേ, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അവരെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്കാണ് വരിക. അല്ലേ? കിതാബ് കൊടുക്കല്ലേ, വായിച്ചു കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിനക്ക് നിന്റെ കാര്യത്തിൽ വിചാരണക്കാരനായി നീ തന്നെ മതിന്ന്, നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി, നോക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റെക്കോർഡ് തരും. കൃത്യമായ വിചാരണ അവിടെ നടക്കും. അയാളെന്നെ പേപ്പിച്ചത്, ഇയാളെന്നെ പേപ്പിച്ചത്, ആ മൗലവി പറഞ്ഞിട്ട് വിശ്വസിച്ചതാണ്, നമ്മളെ പാർട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ സലഫി പാർട്ടി അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒന്നും നടക്കൂല. ഒരു മൗലവിനെയും ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങൾക്ക് ഉത്തരവാദികളാണ് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം.